Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാട്ടോ. ഇത് എന്റെയൊക്കെ നാട്ടിൽ വിഷുവിന്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു ഇലയടയാട്ടോ. ഇലയട അല്ലെങ്കിൽ വൽസൻ എന്നൊക്കെ പറയും ഇത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കണ ശർക്കര വെച്ചിട്ടാണ്. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാനിപ്പോൾ വാഴയിലേക്കകത്താണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. വാഴയില കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ആ ഇലയുടെ ഒരു മണമൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാട്ടോ ഇതിന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി ആ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം. നല്ല തിളച്ച വെള്ളമായിരിക്കണം. അപ്പോൾ അത് ഞാനിങ്ങനെ സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കോട്ടെ ചെയ്യുന്നത്. ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പൊടിയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളയ്ക്കണം. ഇപ്പോൾ ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആ പൊടിയിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേണ്. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമോട്ടെ ചേർത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയിരിക്കണം. അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കണം ഞാനിത്. ഇപ്പോൾ നമുക്ക് ചൂടോട് കൂടി നമുക്കിത് കുഴയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് കുറച്ച് എണ്ണ തൂക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് പിടിക്കാൻ കിട്ടും. അത്ര ചൂട് തോന്നത്തില്ല. ഇത് നന്നായിട്ടൊന്ന് പിടിക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അതിപ്പോൾ ഓരോ പൊടിയുടെ അനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അപ്പം അത് ഓരോ പൊടിയുടെ ഇതുപോലെ ഇരിക്കും. നമ്മളത് മിക്സ് ചെയ്ത് നോക്കുക. നമുക്കിപ്പം എങ്ങനെയാണ് അത് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. അപ്പം ഇതുപോലെയായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് മയപ്പെടുത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ മയപ്പെടുത്തിയെടുക്കണം. നല്ല മാത്രമേ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല, അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ മാവ് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ വിളയിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ശർക്കര എടുക്കണേണ്. ഇതുപോലെ 3 കട്ടയായിട്ടോ എടുത്തേക്കണത്. ഇത് ഞാൻ കട്ടയുടെ കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പം. നമുക്ക് എപ്പോഴും ശർക്കരയുടെ കട്ട എപ്പോഴും ഒരേ തൂക്കത്തിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 3 കട്ട എടുക്കുക കേട്ടോ. ഈ കിലോ കണക്കൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷനായിരിക്കും. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഉരുക്കണം എന്നുണ്ടെങ്കിൽ ഈ ശർക്കര ഒന്ന് ആദ്യം പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാൻ പറ്റും. ഈ ശർക്കര ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒഴിക്കുന്ന 1/4 കപ്പ് വെള്ളം കേട്ടോ. ഇത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അലിഞ്ഞു തുടങ്ങി. ഇത് ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞ് വരണം കേട്ടോ. അതിൻ്റെ അകത്ത് ഒരുപാട് മണ്ണും കരടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചൂടാക്കുന്നത്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മുകളിലോട്ടും ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് വീണ്ടും സ്റ്റൗവിൻ്റെ മുകളിലോട്ട് തന്നെ വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ ഒഴിച്ചേക്കുന്ന ശർക്കര ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്ക നല്ലപോലെ പൊടിച്ചെടുത്താട്ടോ അത് ചേർക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഈ ചെറിയ ഫ്ലെയിം ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങയായിട്ട് ചേർത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ ശർക്കരയും തേങ്ങയും കൂടി ഒന്ന് കിടന്നിട്ട് വരട്ടിയെടുക്കണം ഇതിൻ്റെ അകത്ത്. ഇനി ഇതിൻ്റെ അകത്ത് ആ ശർക്കര പാനി ഒന്ന് വറ്റി വരണം. അതുവരെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ശർക്കര പാനിക്കകത്തോട്ട് തേങ്ങ ചേർത്തിട്ട് വരട്ടിയെടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും ഇതുപോലെ അട കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ട്. തേങ്ങയ്ക്കകത്തോട്ട് ശർക്കര ഇങ്ങനെ വെറുതെ ചീകിയിടും.
അപ്പോൾ അത് അത്ര ടേസ്റ്റ് വരത്തില്ല കേട്ടോ. അതിനേക്കാളും നല്ല ടേസ്റ്റ് വരുന്നത് ഈ ഒരു മെത്തേഡിൽ കേട്ടോ. പിന്നെ അതല്ല ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തുണ്ടാക്കിയാലും മതി. ഇപ്പോൾ പഞ്ചസാര തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വരട്ടേണ്ടതൊന്നും ആവശ്യമില്ല. ഇതിൽ വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ശർക്കരപ്പാനിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒന്ന് പരണ്ട പരുവായിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന അട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് അട ഇറക്കി വെക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം അട പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇല ഇങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട്. നല്ല കഴുകി വെച്ചിരിക്കുക കേട്ടോ. കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഇല എടുക്കുക. ഇലയിലേക്ക് കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറഞ്ഞ് പോകണ്ട കേട്ടോ. കനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ വേണം ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കാൻ കേട്ടോ. ഇപ്പോൾ നമുക്കിതിൽ ഇങ്ങനെ പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ ഈ ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. കൈയൊന്ന് മുക്കിയിട്ട് ഇതൊന്നിങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇതിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഓവൽ. ഇനി ഇതിലേക്ക് ശർക്കര വിളയിച്ചത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതുപോലെ ശർക്കര വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അധികം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അധികം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെച്ചാലും മതി. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ കേട്ടോ നമ്മൾ അട ഉണ്ടാക്കുന്നത്. ഇനി ഇതിപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഈ അടയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും 1 കപ്പ് പൊടി വെച്ചിട്ട് എനിക്ക് 4 അടയാട്ടോ കിട്ടിയേക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി അപ്പത്തിൻ്റെ തട്ട് ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അട ഇതിലേക്ക് നിരത്തി വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അട റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇത് വെച്ചിട്ടൊരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. എന്താ ഇത് വെന്ത് കഴിയുമ്പോൾ എന്തായാലും ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരും കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് അധികം തേങ്ങ വിളയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ നന്നായിട്ട് വീർത്തിരിക്കുന്നത് കേട്ടോ. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ മുറിച്ചെടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇതുപോലെയാട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നമ്മൾ നല്ലപോലെ മയപ്പെടുത്തി എടുത്തേക്കുന്നതുകൊണ്ട് അട നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വിഷു കട്ടയുടെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇലയടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഇലയട ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വിഷുവിന് ഇതുപോലെ ഇലയടയാണ് ഉണ്ടാക്കൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.